അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, സർവ്വ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, നമ്മളെ മക്കൾക്ക് നല്ല ഉയർച്ച ലഭിക്കാൻ, മക്കളുടെ സ്വഭാവം നന്നാവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വീര്യം കൂടിയ അതിശക്തിയുള്ള രണ്ട് പ്രാർത്ഥനകളാണ്. ഈ വിഷയം ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് സഹോദരിമാര്, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് ഉപ്പമാര് പറയുന്ന വലിയ ഒരു സങ്കടമാണ്. ഉസ്താദെ, മക്കൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല, മക്കൾക്ക് പഠനത്തിൽ വളരെ മോശമാണ്, മക്കൾക്ക് ഉയർച്ച ലഭിക്കുന്നില്ല, മക്കൾ കള്ളും കഞ്ചാവും കുടിച്ച് നടക്കുകയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ വരെ ഇങ്ങനെയുള്ള തോന്നിവാസം ചെയ്യുന്നുണ്ട് എന്ന് പല രക്ഷിതാക്കളും പറയുന്നുണ്ട്. പല മക്കളും അവിഹിത ബന്ധത്തിലാണ് ഉസ്താദെ, അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകളെ, പെൺകുട്ടികളെ പ്രേമിച്ചുകൊണ്ടാണ് ഞങ്ങളെ മക്കൾ നടക്കുന്നത് എന്ന് സങ്കടം പറഞ്ഞ എത്രയോ രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ മക്കൾക്ക് പഠിച്ചാൽ പഠിയുന്നില്ല, ഞങ്ങളെ മക്കൾ ഇബാദത്ത് ചെയ്യുന്നില്ല, അല്ലാ എന്നുള്ള ചിന്ത ഞങ്ങളെ മക്കൾക്കില്ല റബ്ബേ എന്ന് സങ്കടം പറഞ്ഞ് കരയുന്ന എത്ര ഉമ്മമാരുണ്ട്. ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത നടക്കുന്ന എത്രയോ മക്കളുണ്ടെന്ന് പല രക്ഷിതാക്കളും സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് ശക്തിയുള്ള പ്രാർത്ഥനകൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക. മക്കളെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യുക, മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തുക. ഇൻഷാ അല്ലാ, മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു മാറ്റങ്ങൾ നൽകട്ടെ, മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ. ഒന്നാമത്തെ പ്രാർത്ഥന എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അങ്ങനെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. കാണുമ്പോൾ സന്തോഷം ലഭിക്കുന്ന, ആനന്ദം ലഭിക്കുന്ന, ഈമാനുള്ള തഖ്വയുള്ള യഥാർത്ഥ മുസ്ലിം ആക്കണേ റബ്ബേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം, ദുഹാ നിസ്കാരത്തിന്റെ ശേഷം, 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. രണ്ടാമത്തെ പ്രാർത്ഥന ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് കേട്ടോ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ആകത്തുക. ഇത് കൃത്യമായി അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ട് കരങ്ങളെ ഉയർത്തിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോ, ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. 5 വക്ത് നിസ്കരിക്കുന്ന മക്കളാകും, സ്നേഹമുള്ള മക്കളാകും, കൺകുളിർമയുള്ള മക്കളാകും. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. ഈമാനുള്ള മക്കളാക്കണേ അല്ലാഹ്. മക്കൾക്ക് ഉയർച്ച നൽകണേ അല്ലാഹ്. പഠനത്തിൽ പുരോഗമനം നൽകണേ അല്ലാഹ്. ബുദ്ധികൂർമ്മത നൽകണേ അല്ലാഹ്. അവരെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കൾക്ക് ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.